ഇവിടെ വളരെ സുന്ദരമായൊരു മുഹൂർത്തത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. ഇത് മനോഹരമായ ഒരു സംഭവമാണ്. കാര്യം അതാ ദിവസങ്ങളിലെ അതിരാവിലെ കർത്താവിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയണത് എന്തൊരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഇത് അപാരമായ ഒരു ആധ്യാത്മികതയാണ്. ശേഷം നമിച്ച കൈകൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഇപ്പോൾ ലോകം മുഴുവനും ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ വലതുകരത്തിന്റെ ആണിപ്പഴുതാർന്ന അത്ഭുതകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ യാത്രകള്, ജോലികള്, ഇന്ന് ഏർപ്പെടുന്ന ഉദ്യമങ്ങള്, ഉദ്യോഗങ്ങള്, നിങ്ങളുടെ സഞ്ചാരങ്ങള്, നിങ്ങളുടെ ഇടപെടലുകള്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ ദിവസനിധിയിൽ നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത യാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഓർത്ത് വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ വേദനിക്കുന്ന മക്കളെയും അങ്ങയുടെ ദിവസനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം അർപ്പിച്ച കൃപാന്റെ ബലികളെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. രോഗികളെ നീ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തണം. കർത്താവെ, ഓരോരോ കോൺട്രാക്റ്റുകൾ, കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അവർക്ക് നിർണായകമായ ദിവസമായിരിക്കാം ഇന്ന്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. രജിസ്ട്രേഷൻ പോണവരുണ്ട്. ഓരോരോ പരീക്ഷകൾ, പഠനങ്ങൾ, പറമ്പുകൾ ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട്. അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാൻ ഇടയാക്കുന്ന കർത്താവെ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീട്ടിന് ആവശ്യമായ കാരണങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസിന് പോകുന്നുണ്ട്. കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം. ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകളെ നീ ആശീർവദിക്കണം. കർത്താവെ, ആ ചെക്ക് എന്തെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം രജിസ്റ്ററുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നടക്കുന്ന കാര്യമാണ് കർത്താവ് എത്രയും വേഗം കാലവിളമ്പം കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല, ആരെയും കണ്ടല്ല, അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെന്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട്, ചില ആൾക്കാർ ചില ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കർത്താവിന്റെ ദിവസത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഇടിച്ചിറങ്ങി കർത്താവിന്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരകമായ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഡിപ്രഷൻ ബാധിച്ച മാനസിക അവസ്ഥകളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുകി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട്, ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ ആശീർവദിക്കുകയും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങൾക്ക് അടയാളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.